ഒരു സാധുജനത്തിൽ പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ കീഴാളഭാഗ ഒരാളെന്ന തനിക്ക് അധികാരം കാണിക്കാൻ പറ്റും, തനിക്ക് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ, അങ്ങനെ പറഞ്ഞ ഒരു വിഭവം എന്ന നിലയിൽ, ഒരു റിസോഴ്സ് എന്ന നിലയിൽ, അത് എനിക്ക് വേണ്ട വിധത്തിൽ വിനിയോഗം ചെയ്യാൻ പറ്റുന്നതും അതിന്റെ അജണ്ടകളെയും താല്പര്യങ്ങളെയും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് എന്ന നിലയിൽ മാറാൻ അന്നത്തെ കാലത്ത് ദളിതർക്ക് കഴിയുന്ന ഏക ഇടം എന്ന് പറയുന്നത് കൃഷിസ്ഥലമായിരുന്നു. കൃഷി അങ്ങനെ തങ്ങളുടെ അധികാരത്തെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ഏരിയയായി, ഒരു പ്രദേശം എന്ന നിലയിൽ, ഒരു അധികാര സ്ഥലം എന്ന നിലയിലാണ് അയ്യങ്കാളി വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വർഷം കേരളത്തിലെ ഒരു വലിയ ദീർഘമായ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാർഷിക സമരം അയ്യങ്കാളിക്ക് സാമുദായിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്താൻ കഴിഞ്ഞത്. വിപ്ലവത്തിന് വേണ്ടിയിട്ടാണെന്ന് കേരള ദളിതർ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. മറിച്ച് വിദ്യാഭ്യാസം എന്ന സാമുദായിക അവകാശത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളിക്ക് അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം നടത്താനും ആ സമരത്തെ വിജയിപ്പിക്കാനും കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൊട്ടിഘോഷിക്കപ്പെട്ട കേരള ഡെവലപ്മെന്റ് മോഡൽ, കേരള വികസന മോഡൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള വികസന ഡെവലപ്മെന്റൽ ചർച്ചകളിലും അക്കാഡമിക്സിലും നോൺ അക്കാഡമിക്സിലും കണ്ടുവരുന്ന ഒരു വലിയ ചർച്ചയാണ്. ഒരു വലിയ കൊട്ടിഘോഷിക്കപ്പെടുകയും മാതൃകയായും സ്വപ്നഭൂമിയായിട്ടും ഒക്കെ കരുതുന്ന ഒരു അവസ്ഥാവിശേഷം ഏറെക്കുറെ കേരളത്തിനെ ചുറ്റിപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞിട്ടുള്ള ഭൂപരിഷ്കരണമാകട്ടെ കേരള മോഡലിനെതിരെ സവിശേഷവും സമഗ്രവുമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് കേരളത്തിലെ ദളിത് ആർഗ്യുമെന്റുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദളിതരുടെ മുൻകൈയിലാണ് ഈ ഭൂപരിഷ്കരണം ഒരു തട്ടിപ്പായിരുന്നതും ഈ ഭൂപരിഷ്കരണം എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങളെ, എല്ലാ ജനങ്ങളുടെയും ഭൂമി പ്രശ്നങ്ങളെ പരിഹരിക്കുവാനോ അതിനെ അഡ്രസ് ചെയ്യാനോ ശേഷിയുള്ള ഒരു സംവിധാനമായിരുന്നില്ല എന്ന വിമർശനം ആദ്യമായി ഉന്നയിച്ചത് യഥാർത്ഥ ദളിത് മൂവ്മെന്റുകളാണ്. ഭൂപരിഷ്കരണം പട്ടികജാതിക്കാരെ എനിക്ക് മുമ്പ് സംസാരിച്ച അന്നീകരിക്കലുള്ള 10 സെന്റ് കോളനിയിലേക്ക് 5 സെന്റ് കോളനിയിലേക്ക് തള്ളിയിടപ്പെടുകയായിരുന്നു എന്നും അവരെ ആദ്യം അയ്യങ്കാളിയുടെ സമയത്ത് തുച്ഛമായ രീതിയിലെങ്കിലും തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു അധികാരത്തിന്റെ സൂക്ഷ്മമായ ഒരു സംഗതിയിൽ നിന്ന് അവരെ പിന്തള്ളുകയായിരുന്നു എന്നുള്ളതും കേരളത്തിലെ ദളിത്, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ദളിത് സംവാദങ്ങൾ ഉയർത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഭൂമിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നമ്മുടെ കാൽപ്പനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ഒട്ടൊന്നുമല്ല പരിക്കേൽപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ചെങ്ങറയിൽ കോളനിയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് എന്നൊരു മുദ്രാവാക്യം ഉയർന്നു വരാൻ കാര്യമായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെങ്ങറ സമരത്തിൽ രാഘവഗോപാലൻ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ഭൂമി കിട്ടിയിട്ട് കൃഷിയൊക്കെ ഉണ്ടാക്കി കേരളത്തിലെ സവർണ തീറ്റിപ്പോറ്റുക എന്നതല്ലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് ഭൂമിയെ അധികാരത്തെയും അവകാശത്തെയും പുനർനിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ, ഞങ്ങളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഞങ്ങളുടെ അധികാരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, വിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭവം എന്ന നിലയിലാണ് ഞങ്ങൾ ഭൂമിയെ മനസ്സിലാക്കുന്നതാണ്. അതോടുകൂടി ഭൂമിയെ നാളിതുവരെ നമ്മൾ ഭൂമിയെ സമീപിക്കുന്ന വ്യത്യസ്തമായി ഒരു സാമുദായികമായ അവകാശമായി, പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുറ്റുപാടിൽ സമുദായങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാമൂഹിക അധികാരങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യം നിന്നുകൊണ്ട് ഭൂമിയെ അവകാശത്തിന്റെ ഒരു വിഭവം എന്ന നിലയിലാണ് ദളിതർ അഡ്രസ് ചെയ്തത്. ആ ഒരു വാദത്തിന് കേരളത്തിൽ എല്ലാ കാലവും പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഐസക്ക് ഇതിനു മുമ്പ് സംസാരിച്ചിട്ട് പോയ പോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിലെ ദളിതുകളുടെ സാമൂഹിക മുന്നേറ്റത്തിൽ ഗണ്യമായ പ്രാധാന്യം വഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ഓർമ്മ വെക്കുന്ന കാലം മുതലേ കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. മറിച്ച് കേരളത്തിൽ നവോത്ഥാനമാണ് കേരളത്തിലെ ദളിതുകളെ മനുഷ്യരാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് പ്രശ്നമായിരുന്നു നവോത്ഥാനം അഭിമുഖീകരിച്ചിരുന്നത്. നല്ല പരിഷ്കരിച്ച നായരാകണോ അതോ സായിപ്പാവണം എന്നുള്ളതാണ് ചോദ്യം. ഗതികേടിന് കേരളത്തിലെ കീഴാള നവോത്ഥാനം നല്ല നായന്മാരെ മാതൃകയാക്കി എന്നുള്ളത് മാത്രമാണ് ഒരു ഗതികേടായി ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ KPMS വൈക്കം അഷ്ടമിയുടെ സമയത്ത് ഒരു ദിവസം താലപ്പൊലി എടുക്കാൻ കഴിയുന്നത്, താലപ്പൊലി എടുക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഉത്തമ കുലസ്ത്രീകളാക്കി മാറ്റുന്ന ഒരു ഗതികളിലേക്ക് കേരള ദളിത് സ്ത്രീകളും ഈ ഒരു ഡയലോഗിന്റെ ഭാഗമായി കൂപ്പുകുത്തിപ്പോയി എന്നുള്ളതാണ് എന്നെ പോലുള്ള ദളിത് ഫെമിനിസ്റ്റുകളുടെ വ്യക്തിപരമായ നിരാശ. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കേരളത്തിലെ മുത്തങ്ങ സമരം വരെയെങ്കിലും, കുറഞ്ഞത് മുത്തങ്ങ സമരത്തിന് ശേഷം ഇത്തിരി വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, മുത്തങ്ങ സമരം വരെയെങ്കിലും ആദിവാസികൾക്ക് ഭൂമി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ സമരത്തെ അനുകൂലിച്ചു. 40 ദിവസം ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുടിൽ കെട്ടി സമരം ചെയ്തപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ലിബറൽ കക്ഷികളും മറ്റ് ഇതര സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയുണ്ടായി. കാരണം ആദിവാസികളെ നമ്മൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി വിചാരിക്കുന്നില്ല.
അവരെ പ്രാപ്തനമായിട്ടുള്ള വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള നമുക്കൊക്കെ മുകളിലൂടെ താമസിക്കുന്ന സവിശേഷമായിട്ടുള്ള എന്തോ ഒരു പ്രത്യേകതരം വിഭാഗപ്പെട്ട ജീവികൾ എന്നല്ലാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഈ മധ്യവർഗക്കാരനായ വിദ്യാസമ്പന്നനായ സവർണനായ മലയാളിയുടെ ഉദാരതയ്ക്ക് ഏറ്റവും പറ്റിയ ആളാണ് ഈ ആദിവാസി. അവരെ രക്ഷിക്കുക, അവരെ പരിഷ്കരിക്കുക, അവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ അധികാരിയായിരിക്കുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ ദളിതുകൾ ഭൂമിക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ചെലങ്ങാറ സമരത്തിൽ നിന്ന് നമ്മൾ ഇത്തരം സപ്പോർട്ടുകളൊന്നും കണ്ടില്ല. കാരണം ദളിതുകൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഈ പറഞ്ഞ സവർണ മലയാളിയുടെ ജീവിതത്തിനിടയിലാണ് ജീവിക്കുന്നത്. അന്നതിന് ഇവൻ ഇടപെടുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ചില കീഴാളരോട് ഉണ്ടായിരിക്കുന്നതിന് വളരെ നിർബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പൊതുമണ്ഡലത്തിലെ ദളിതുകൾ ഭൂമിക്ക് വേണ്ടി അവകാശം ഉന്നയിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നത്. കാരണം അത് എന്റെ എല്ലാ ദിവസവും രാവിലെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ബോധത്തിലോ അബോധത്തിലോ അനുഭവിക്കുന്ന ഒരുപാട് അധികാര മോഹങ്ങളെ, അധികാര ജീവിതത്തെയും അത് ചലഞ്ച് ചെയ്യുന്നുള്ളതാണ്. ഞാൻ വെറുതെ വെച്ചനുഭവിക്കുന്ന ഭൂമി, ഞാൻ വെറുതെ നടക്കുന്ന എൻ്റെ വസ്ത്രം, എൻ്റെ നടപ്പ്, എൻ്റെ എടുപ്പ്, എൻ്റെ ജീവിതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ചിന്ത, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ സിനിമ, എൻ്റെ സാഹിത്യം, അങ്ങനത്തെ എല്ലാ കുഴപ്പമാണ്, അല്ല നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട് എന്നാണ് ദളിതുകൾ പറയുന്നത്. ഈ നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രസകരമായ യുക്തിയും അതായിരുന്നു എൻ്റെ അഭിപ്രായം. ഇത്രയും കാലം നമ്മളൊക്കെ വിചാരിച്ചു നമ്മുടെ എല്ലാ വികസന സങ്കല്പങ്ങളും എന്താ വെച്ചാൽ അടിയുള്ളവർക്ക് എന്തോ കുഴപ്പമുണ്ട്, സമൂഹത്തിൽ താഴെത്തട്ട് നിൽക്കുന്നവരെ പരിഷ്കരിച്ച് രക്ഷപ്പെടുത്താമെന്നുള്ള എൻ്റെ ഉദാരതയ്ക്ക് പാത്രമായി അവരെ രക്ഷിച്ച് അവരെ മനസ്സിലാക്കി എൻ്റെ കൂടെ തോളിൽ കയറ്റി നടത്തുന്ന ഒരു ഉത്തമ പുരുഷനാണ് ഞാൻ. പക്ഷേ കേരള നവോത്ഥാനം, കീഴാള നവോത്ഥാനം പറഞ്ഞു നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. എനിക്ക് നവോത്ഥാനം ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തോ കുഴപ്പമാണ്. നിങ്ങൾ ഈ പ്രാകൃതരായി കുടുംബയൊക്കെ കെട്ടി ഈ പറഞ്ഞ പോലെ സമ്പന്നമൊക്കെ കളിച്ച് നിങ്ങൾ ഇതൊക്കെ പാടി നടക്കാതെ നിങ്ങൾ മനുഷ്യരായി ജീവിക്കാനാണ് പറഞ്ഞത്. ആ മനുഷ്യരാകാനുള്ള ബോധം എനിക്ക് പറഞ്ഞത് കൊളോണിയൽ മോഡേണിറ്റിയാണ്. അക്ഷരം വായിക്കാനും പഠിക്കുന്ന പുസ്തകം എടുത്ത് കൈ പിടിക്കുന്നത്. അതിന് നമ്മൾ കീഴാളിന്റെ പുസ്തകം എടുക്കാൻ പറ്റില്ല. ഭഗവത്ഗീത അവന് പുസ്തകമായിട്ട് വായിക്കാൻ പറ്റില്ല, അവന് കേൾക്കാൻ പറ്റില്ല, അവന് വായിക്കാൻ പറ്റില്ല. അന്നേരം ബൈബിൾ ഇങ്ങനെ 1000 കോപ്പി അച്ചടിച്ചിട്ട് എന്റെ കൈ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. അക്ഷരം എന്റെ സ്വന്തമായി, എനിക്ക് വായിക്കാൻ പറ്റി. അങ്ങനെ ഈ കൊളോണിയൽ മോഡേണിറ്റി തുറന്നു തന്നിട്ടില്ല, മിഷണറി വിദ്യാഭ്യാസം തുറന്നു തന്നിട്ട് പുതിയ ലോക കാഴ്ചയിൽ ലോകത്തെ പറ്റിയുള്ള വ്യത്യസ്തമായ ഒരു സങ്കല്പം ഉണ്ടാകുകയും ആധുനിക മനുഷ്യനെ പറ്റിയിട്ട് മനോഹരമായ സങ്കല്പങ്ങൾ ഉണ്ടാകും. ആ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊക്കെ പരിഷ്കരിക്കണം, നിങ്ങൾക്ക് എന്തോ സകലമായ കുഴപ്പമുണ്ട്, നിങ്ങൾ പരിഷ്കരിക്കേണ്ടതാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ യുക്തിയുടെ ഒരു തുടർച്ചയാണ്, ആ യുക്തി തന്നെയാണ് ഞാൻ പറയുന്നത്, ആ യുക്തിയുടെ തുടർച്ചയാണ് കേരളത്തിൽ ദളിത് മൂവ്മെന്റുകൾ, ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളോട് ആവശ്യം. ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെ ഭയങ്കര സ്പീഡിലായിട്ട് ഈ ഭൂമി ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശികളോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഭൂമി അതിവേഗം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിനെ വെച്ച് ഭൂമിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ജാഗ്രതയും അത് നമ്മുടെ ദേശത്തെപ്പറ്റിയുള്ള ജാഗ്രതയും ഉണർന്നു വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്ഥലത്ത് പോകാൻ ഇടയായപ്പോഴാണ് അത്തരം ഒരു ചിന്ത എന്നിലേക്ക് വന്നത്. അതെന്ത് ഈ വൻകിട കോർപ്പറേറ്റുകൾ വന്നിട്ട് ഭൂമി കൈകേറുകയും ഈ അവിടെ തദ്ദേശവാസികളെയും പ്രാദേശികവാസികളുടെയും സാമൂഹിക ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയും തകർത്ത് കളയുന്ന വിധത്തിലാണ് ഈ കോർപ്പറേറ്റുകളുടെ കയ്യേറ്റം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഒരു ബദൽ അജണ്ട ഉള്ളതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട്, പ്രത്യേകിച്ച് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഒരു പ്രസക്തമായ ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനമായി ഈ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടിട്ടൊരു നിങ്ങൾക്കറിയാം കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥത എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഹിന്ദു ബില്ലുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഉടമസ്ഥയെ നിർണ്ണയിക്കുന്ന എന്താണെന്നുള്ള ഒരു ചോദ്യം. ഈ നേർപകുതി വരുന്ന വിഭാഗങ്ങൾക്ക് ഭൂമിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ഇതിനകത്ത് ഒരു ജെൻഡർ കൂടി വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്. അത് പൊതുവേ അത് പ്രസക്തമാണെന്ന് തോന്നിയത്. നമ്മളെല്ലാവരും ആദ്യ വിപ്ലവമായിട്ട് പിന്നെ അതിനകത്ത് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു ശീലം അംബേദ്കറോട് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളോടും ഒക്കെ പറയാറുണ്ട്. അപ്പം അത്തരം ഒരു ചർച്ചയും വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവശേഷിക്കണം. ഈ ഒരു കോളനികളുടെ കണക്ക് പറഞ്ഞു, കേരളത്തിലെ കോളനികളുടെ. ഈ കോളനിയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം, രണ്ടാം വിഭജനം ബില്ല് എന്ന് പറഞ്ഞ മറ്റൊരു മുദ്രാവാക്യം, 2 മുദ്രാവാക്യങ്ങളാണ് ഇപ്പൊ സജീവമായിട്ടുള്ളത്. അപ്പൊ ഈ കോളനിയിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് എന്നുള്ള മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് പിന്നിലെ ജാതിയെയും കൂടി സൂചിപ്പിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു മുദ്രാവാക്യം പ്രത്യേകിച്ച് സവിശേഷമായി കേരളത്തിന്റെ കോണ്ടസ്റ്റിൽ വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ മേലുള്ള അധികാരം സാമുദായികമായി കൂടിയാണ് നിർണ്ണയിക്കപ്പെട്ടത്. ഒരു കഥ ഞാൻ പറയാം. ഈ മട്ടന്നൂർ NSS ഹിന്ദു കോളേജ് ഉണ്ട്, മട്ടന്നൂർ കഴ. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കുറെ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് കുറെ സ്ഥലം, ക്രിസ്ത്യാനികളും നായന്മാരും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം കൂടി കുറെ സ്ഥലം അവരങ്ങ് സമാഹരിച്ചു. അവരവിടെ കോളേജ് ഇല്ലാതെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് സംഭവിച്ചു, ഇതെല്ലാം പൈസയും സ്ഥലവും എല്ലാം സമാഹരിച്ച് കഴിഞ്ഞപ്പോൾ അവർ കോളേജ് ഉണ്ടാക്കാൻ അറിയത്തില്ല.
അന്നത്തെ കാലത്ത് കോളേജ് ഉണ്ടാക്കാനും വിദ്യ അറിയാവുന്നത് നമ്മുടെ പത്മനാഭനെ അറിയാവുള്ളതാണ്. NSS ആണ് ഈ പണി ഒപ്പിച്ചത്. അപ്പോൾ അവർ നേരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം അത് കിട്ടുന്ന ആൾക്കാരാണ്, കിട്ടുന്ന വിഭാഗത്തിനുള്ളതാണ്. ഈ കേരളത്തിലെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഭൂമിയെ ഫലപ്രദമായി കാലത്തിനനുസരിച്ച് ആവശ്യപ്പെടുന്ന വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ സമ്പന്നതയാണെങ്കിലും അധികാരമാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഭൂമി തരാനുള്ള പലപ്പോഴും വരുന്നൊരു സവർണ ന്യായം ഇതാണ്. അവർ കൃഷി ചെയ്യുന്നവരാണ്, അവർ കൃഷി ചെയ്യാൻ അവർക്ക് ഭൂമിയില്ല, അപ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ ഭൂമി വേണമെന്നുള്ളതാണ്. ആ ലോജിക്കല്ല, മറിച്ച് ഭൂമി ഒരു അവകാശ സ്ഥാനം നല്ലതാണ് നിങ്ങളത് ആവശ്യപ്പെടുന്നതാണ് ഞാൻ പറയുന്നത്.